വാങ്വിയാൻ സ്റ്റേഷനിലെത്തേക്കാണ്. അടിപൊളി കിട്ടിയില്ലൻ ട്രെയിൻ ട്ടോ, ഒരു അടിപൊളി ട്രെയിൻ. ഞാൻ പോകുന്ന റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവോ ചൈന റെയിൽവേ ആണ്. അത് ചൈനയുടെ റെയിൽവേ ആണ്. ഇവിടുന്ന് നേരിട്ട് നമുക്ക് ചൈനയ്ക്ക് ട്രെയിൻ ഉണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതിട്ടേക്ക് നോക്കി, എന്താ സെറ്റപ്പ്. എയർപോർട്ട് പോലെ തന്നെ, എയർപോർട്ട് അത് തന്നെ ഞാൻ പറയും. കാരണം ഇത് ലാവോസിനൊന്നും അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. ചൈന ഒരാളുള്ള കാരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കണേ. ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെ പൈസ കിട്ടിട്ടാ 1,62,000 ആണ് കാണിക്കണേ. ട്രെയിൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. യുവർ നെയിം? ഇതൊരു പക്ക ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഈ ഹോസ്റ്റലിന് എത്ര രൂപ വരണമെന്ന് അറിയാം? നമ്മുടെ നാട്ടിൽ 500 രൂപ വരെ ഉള്ളൂ, അതും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, വിഫിൻ വ്ളോഗ്സ് ആണ്. ഞാനിപ്പോ ലാവോസിലാണുള്ളത്. TT ഹോസ്റ്റലായിരുന്നു താമസിച്ചിരുന്നത്, വിയന്റൈനിലുള്ളത്. നമുക്കിനി നേരെ വിയന്റൈൻ ബസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്ന് നമുക്ക് വിയന്റൈൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇതൊരു ദരിദ്ര രാജ്യമാണ്. പക്ഷെ ഇവിടെ കണ്ടോ വണ്ടികൾ, ബെൻസ്, പോർഷെ, പിന്നെ ടൊയോട്ടയുടെ വണ്ടികൾ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ഞാനിതെങ്ങനെയാണെന്ന് വിചാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ രാജ്യം ഫണ്ട് ചെയ്യുന്നത് ചൈനയാണ്. ചൈനയുടെ ഫണ്ടിങ് ഉള്ള കാരണം കൊണ്ടാണ് ഇവരുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ കിട്ടില്ല കാറുകളുണ്ട് കേട്ടോ. ജാഗ്വാർ, ഇതൊക്കെ ടൊയോട്ടയുടെ വണ്ടി, BYDയുടെ വണ്ടി. ഇത് നമ്മുടെ റേഞ്ച് റോവറില്ലേ, അതിൻ്റെ ഡ്യൂപ്പില്ലേ, ചൈന മെയ്ഡ് വണ്ടി ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയണേ കമൻ്റ് അടിക്കുക. ഞാൻ പോകുന്ന റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവോ ചൈന റെയിൽവേ ആണ്. അത് ചൈനയുടെ റെയിൽവേ ആണ്. ഇവിടുന്ന് നേരിട്ട് നമുക്ക് ചൈനയ്ക്ക് ട്രെയിൻ ഉണ്ട്. ചൈന ഫണ്ട് ചെയ്ത് ചൈനയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ലാവോസിൽ നിന്ന് അവരുടെ ട്രേഡ് കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി. ഇവിടെ 1.5 കിലോമീറ്റർ നടക്കാനുള്ള അവൻ 900 രൂപയ്ക്കാണ് പറയുന്നത്. ടുക് ഫൈനലി ഒരു ടുക് കിട്ടി. ഒരു ലോഡ് പോണ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒടുക്കത്തെ റേറ്റ് 1 ലക്ഷമൊക്കെ പറയാം. നമ്മൾ മണ്ടന്മാരാണ്. അവസാനം എനിക്ക് 30,000 കീപ്പിന് കിട്ടി. നമ്മുടെ നാട്ടിലൊരു 100 രൂപ അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു വഴിയില്ല, എനിക്ക് എത്തണം പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ടുക്ടുക്കിന് എടുത്ത്, അല്ലെങ്കിൽ നടന്നു പോയാൽ 1.5 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് നടക്കും. ഈ ടുക്ടുക്കിലല്ലേ ഇങ്ങനെ നിന്ന് പോകാട്ടോ. അവിടെ തായ്ലൻഡിൽ പോകുമ്പോൾ കുറേ പേര് ഇങ്ങനെ നിന്ന് കൊണ്ട് കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടെ 100-200 കളികളൊന്നുമില്ല, 1000ൻ്റെ കളികൾ മാത്രമേ ഉള്ളൂ. 1000 ലക്ഷം എന്ത് പറഞ്ഞാലും 1000 ലക്ഷം. ഇവിടെ രാവിലെ തന്നെ തുണിക്കടകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. എവിടേക്കാ പോണ്ടേ? വിയന്റൈൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ്ടേ. ഇവിടേക്ക് അടിപൊളി സെറ്റപ്പ് ആട്ടാ. ഇവിടെ സ്കാമേഴ്സ് ഒന്നുമില്ല, കാരണം ഇവിടെ ഗവൺമെന്റിന്റെ ഇതായതുകൊണ്ട് സ്കാമേഴ്സ് ഇല്ല. ലാവോ ചൈന റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് ഓൺ ദാറ്റ് ബസ്. ഇൻ വാട്ട് ടൈം ഇറ്റ് വിൽ ടേക്ക്? 11:20. Bus will take. Now 8:25. 11:20. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ബസ്സോ ഒന്നും കിട്ടില്ല കേട്ടാ. എൻ്റെ പോലെ എൻ്റെ ട്രെയിനാണ് ഞാൻ 9:45. എനിക്ക് അരമണിക്കൂർ മുമ്പേ തന്നെ എത്തണം, എന്നാലും ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ട്രെയിനാണ്. ഇവിടുത്തെ ബസ് 24 മണിക്കൂറൊന്നുമില്ല. ടുക്ക് എടുത്ത് പോകണം. 2 ലക്ഷം ആണ് പറയണേ നമ്മുടെ ലാവോസ് മണി. അത് പറയുമ്പോൾ ഒരു 700 രൂപ. വേറൊരു ഓപ്ഷനില്ല, അതുകൊണ്ട് തന്നെ എടുത്തിട്ട് പോകണം. അപ്പോൾ ഇതാണ് ടുക്ക്, ബൈക്ക് ടാക്സി പോലത്തെ സാധനമാണ്. അപ്പോൾ ഇതിലങ്ങോട്ട് കയറാൻ അടിപൊളി. ഇത് കിക്കറടിച്ച് സ്റ്റാർട്ടാവണ ഒരു വണ്ടിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ഒച്ചതൊക്കെ ഇതുപോലെയാണ്. ഇത് മെയിൻ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ എന്നിട്ട് ഗ്യാസോ ലൈൻ എന്നാണ് പെട്രോളിന് പറയണേ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യൂ. പുള്ളി അടിച്ചത് ഒരു 2.2 ലിറ്ററാണ് 50,000 രൂപ കൊടുത്തത്. നമ്മുടെ നാട്ടിലൊരു 200 രൂപയാണ് പുള്ളി കൊടുത്തേക്കണേ. അങ്ങനെ നമ്മൾ വിയന്റൈൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. വിയന്റൈൻ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം.
ഇവിടെ അരമണിക്കൂർ മുമ്പ് എത്തിയാലേ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ കയറുമ്പോൾ ഓടിപ്പിടിച്ച് കയറാനൊന്നും പറ്റില്ല. കാരണം സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളുണ്ട്. ഒരു എയർപോർട്ട് പോലെയാണ് പണിത് വെച്ചേക്കണേ. ലാവോസിന്റെ ക്യാപിറ്റലാണ് വിയൻഡൈ. ഞാൻ വിയൻഡൈ ഇങ്ങനെ നോക്കിയപ്പോഴില്ലേ, ഒരു ഫ്രഞ്ച് കോളനി ആർക്കിടെക്ചറാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ ഇതിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒക്ടോബർ 22, 1953 ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതും ഫ്രാൻസിന്റെ കൈകളിൽ നിന്ന്. ഫ്രാൻസ് ആയിരുന്നു ഭരിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഒരു ഫ്രഞ്ച് കോളനി ടച്ചാണ് നമുക്ക് ക്യാപിറ്റലിൽ കാണാൻ പറ്റുന്നത്. വണ്ടികൾ അന്യായമുണ്ട്. എന്തോ ഒരു അടിപൊളി വണ്ടികളാണെന്നറിയോ. ഒരു റെയിൽവേയുടെ ഉള്ളിൽ കാട്ടി വെച്ചേക്ക്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ എൻട്രൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻട്രൻസ് വരുന്നത്. ആദ്യം കാണിക്കണം. ഇത് ടിക്കറ്റ് ഇതുപോലെ സ്കാനറിൽ നമുക്ക് കിട്ടും. ഒരു QR കോഡ്, ടിക്കറ്റ് കൊടുക്കാം, എൻ്റെ പാസ്പോർട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കയറണം. സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് അടുത്തത്. നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറണം. ഇതൊന്നും നോക്കി നിങ്ങൾ എന്ത് രീതിയിലാണ് പണിതിട്ടേക്കണ. മലയാളിയാണോ? അപ്പൊ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോ ഈ പുള്ളി എന്നെ നോക്കി ചോദിച്ചു. ഞാൻ സത്യം പറയാലോ, മലയാളിയുടെ ഈ രാജ്യത്ത് വന്നിട്ട് ആദ്യമായിട്ട് ഒരു മലയാളി കുടുംബത്തിനെ കാണുന്നതാണ്. ആളുടെ കുട്ടിയാണ്. പേര്? എൻ്റെ പേര് അഫ്സൽ. കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതിട്ടേക്കണ നോക്കി. എന്താ സെറ്റപ്പ്. എയർപോർട്ട് പോലെ തന്നെ എയർപോർട്ട് അത് തന്നെ ഞാൻ പറയും. കാരണം ഇത് ലാവോസിനൊന്നും അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. ചൈന ഒരാളുള്ള കാരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കണേ. നമ്മുടെ ട്രെയിൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചെക്കിങ്ങിന്റെ അവിടേക്ക് പോകണം. നമ്മുടെ ട്രെയിൻ വിളിച്ചപ്പോഴേക്ക് തന്നെ എന്തോരോ ആൾക്കാരവിടെ നോക്കി വെയിറ്റിങ്. ഇപ്പൊ ഇവിടെ എൻട്രൻസ് തുറക്കുമ്പോഴാണ് കയറേണ്ടത്. ഇവിടെ ഒരു ആന്ധ്രാപ്രദേശുകാരെ കിട്ടിയിട്ടുണ്ട്. 60,000 കൊടുക്കേണ്ടി വന്നു ഇത് കിട്ടാൻ വേണ്ടി. നമ്മുടെ നാട്ടിലൊരു 300 അത്ര രൂപ കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ട്രെയിൻ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്തു കേറാം. അപ്പോൾ ഇവിടെ ചോദിക്കാം 2. അപ്പോൾ അത് വൻ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ 02 എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് 02 കോച്ച് നമ്പർ 2. ഇപ്പൊ സംഭവം എളുപ്പമാണ്. ഇവിടെ നമ്മുടെ പൊസിഷൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 03 എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 02 ആണ് അടുത്തത്. അങ്ങനെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറാൻ അടിപൊളിയായിരിക്കും. ഇത് എങ്ങനെ ടിക്കറ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് സെറ്റ് ആവട്ടെ. ഇവിടെ നല്ല മിററും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ലഗേജ് കാര്യങ്ങളെല്ലാം വെക്കാം. നമ്മുടെ സീറ്റ് നമ്പർ ഒന്ന് നോക്കണം. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു. അടിപൊളി ട്രെയിൻ ഉണ്ടോ. ലെഗ് സ്പേസ് ഒക്കെ നോക്കിയാൽ ഫുട്ബോൾ കളിക്കാനുള്ള ലെഗ് സ്പേസ്. നമുക്കിങ്ങനെ ബാക്കിലേക്ക് ചാരാം. അടിപൊളി. സോ എക്സൈറ്റഡ് ആണ്. കാരണം ചൈന ട്രെയിനാണ്. വേൾഡിലെ എണ്ണം പറഞ്ഞ ട്രെയിനിൽ ഒരു ട്രെയിനാണ് ചൈന ട്രെയിൻ. ഞാൻ ശ്രീലങ്കയിൽ പരിചയപ്പെട്ട ആ ചൈന സുഹൃത്ത് ചൈന ട്രെയിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമ്മുടെ വണ്ടി എടുത്തു. ഹൈ സ്പീഡ് ട്രെയിനാണ് കേട്ടോ ഇത്. അടിപൊളി. നല്ല സ്മൂത്ത് ആയിട്ട് പോണേ. ഒരു ഫ്ലൈറ്റിൽ കയറിയ പ്രതിനിധി ഒരു കൊലുക്കോ ഒന്നുമില്ല. ഈ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. LCR എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ലോഗയാണ്. അതൊരു നീല ലോഗയാണ്. ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. ആ ആപ്പിൽ കയറിയിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണത്. ആ ആപ്പ് നിർഭാഗ്യവശാൽ നമുക്ക് വർക്കാവൂല. കാരണം ഇന്ത്യൻസിന് അത് വർക്കാവൂല. അത് ബാനാണ്. ആ ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കുറെ ഫേക്ക് വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലൊന്നും കയറി ബുക്ക് ചെയ്യാനേ പറ്റില്ല. ഞാൻ എങ്ങനെ ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറേ ഏജൻസ് ഉണ്ട്. ഹോട്ടലിലും ഏജൻസ് ഉണ്ട്, പുറത്ത് കുറേ ഏജന്റ് ഉണ്ട്. ഹോട്ടലിലെ ഏജന്റ് ഒടുക്കത്തെ വിലയാണ് പറയുന്നത്. അതായത് എനിക്ക് ടിക്കറ്റ് വരുന്നത് ഒരു നാട്ടിൽ 600 രൂപയാണെങ്കിൽ ഇയാൾ ഒരു 1500 രൂപയാണ് പറയണത്. അങ്ങനെ ഞാൻ പുറത്തിങ്ങനെ നടന്ന് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവസാനം ഒരു കുട്ടീനെ എനിക്ക് ഇംഗ്ലീഷ് കിട്ടി. ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവൻ കുറച്ച് മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നു. 600 രൂപയുടെ ടിക്കറ്റ് 1100 രൂപയ്ക്ക് എടുത്തു. നമ്മുടെ നാട്ടിൽ ഒരു 500 അവൻ കമ്മീഷൻ പിടിച്ചു. അല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക് ബുക്ക് ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ബുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒടുക്കത്തെ വില. കാരണം ആ ട്രാവലിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അവിടുത്തെ വല്ലൊരു കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നു. ഞാൻ വാമ്പിയാങ്ങിലേക്കാണ് പോകുന്നത്. അതൊരു അടിപൊളി സ്ഥലമാണെന്ന് പറയട്ടെ. ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശത്തിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ അധികം ആൾക്കാരെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 8 മില്യൺ ആണ്. 80 ലക്ഷം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ട്രെയിൻ ഒന്ന് റിവ്യൂ ചെയ്യാം. നമുക്ക് ടോയ്ലറ്റ് ഒന്ന് പോയി നോക്കട്ടെ. എങ്ങനെയാണ് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഈ ടോയ്ലറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. മിറർ വൃത്തിയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചൊക്കെ നല്ല വൃത്തിയുണ്ട്. എന്തായാലും കയറി സ്ഥിതിക്ക് ഒന്ന് മൂത്രയിക്കാന്ന് വെച്ചൊന്ന് മൂത്രയിച്ചു. നമുക്കൊന്ന് തുറക്കാം. ഇവിടെയൊക്കെ ഉണ്ടാവും ഫുള്ള് ക്ലീനും കാര്യങ്ങളാ ചെയ്യണേ. ഇപ്പഴത്തേക്ക് കിടക്കാം. എന്റെ പൊന്നെ അടിപൊളി. ഇവിടെ വെള്ളം കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിന്ന് വരുന്നത് ഒരു മണിക്കൂർ യാത്രയാണ് വരുന്നത്. 1 മണിക്കൂറില്ല, അതിന് കുറവുള്ളൂ നമ്മുടെ യാത്ര. പോകുന്ന വഴിക്കില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യ പോണ പോലെ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്കും കൃഷിയും പിന്നെ കുറേ തരിച്ചു ഭൂമികളും കാര്യങ്ങളെല്ലാം ഈ പോലെ തന്നെയാണ്. പോകുന്ന വഴി അങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നത്. ഇടയ്ക്ക് ചില ഹൈവേകൾ കാര്യങ്ങളെല്ലാം വരും. അടിപൊളി യാത്ര ചെയ്തു. ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി. കുറെ സൈഡില് ചൂടൊക്കെ പോയി ക്ലൈമറ്റ് ഒക്കെ ഒരു നോർമൽ ക്ലൈമറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ചൈന ട്രെയിൻ സെയിം ആണ്. ഇതിലൊരു വ്യത്യാസമില്ല. കാരണം ഇത് ചൈനയുടെ ട്രെയിനാണ്. ഇവിടുന്ന് നമുക്ക് ചൈനയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വാങ്തിയാൻ സ്റ്റേഷനിലെത്തേക്കാണ്. അടിപൊളി കിട്ടിയിലൻ ട്രെയിൻ ട്ടോ. ഒരു അടിപൊളി ട്രെയിൻ. ഇവിടെ രാവിലെ 10:30 വൈകുന്നേരമായ പ്രതിനിധിയാണ്. നല്ല മഴ വരാൻ പോവാട്ടോ. കിട്ടിയിലൻ മൗണ്ടെയിൻസ് ആണ് മൊത്തത്തില്. നമുക്ക് വണ്ടി പോണതൊന്നും കാണാം. നല്ല കിട്ടിയില മഴ പെയ്തു. അടിപൊളി മഴ. അപ്പൊ നമ്മൾ ട്രെയിൻ ഇറങ്ങി. നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിക്കണം. അവരുടെ മെഷീൻ കംപ്ലൈന്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് കാണിക്കുക, പുറത്തേക്ക് പോവാം. ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ കില്ലാടി മഴ. ഇതൊരു മൗണ്ടെയിൻ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ വാമ്പിയ എന്ന് പറയുന്നത് ലോപ്രബാങ്കും അതുപോലത്തെ ഒരു ഏരിയ ആണ്. ലാവോസ് മൗണ്ടെയിൻ ഏരിയയിൽ ചുറ്റപ്പെട്ടതാണ്. പക്ഷെ ലാവോ ക്യാപിറ്റല് വിയൻടൈൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ്, അടിപൊളി. എനിക്ക് മഴ ബസ്സിൽ വെച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ. അത് തായ്ലൻഡിലാണ്. ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെ പൈസ കിട്ടിട്ടാ. 1,62,000 ആണ് കാണിക്കണേ. ബാങ്കിയാ നിന്ന് ലോപ്രബാങ്കിലേക്ക് 13-ാം തീയതി ഞാൻ ഇവിടെ കയറും. ഈ എമൗണ്ട് കൊടുത്ത് എന്റെ പാസ്പോർട്ടും കൊടുത്തു. അങ്ങനെ നമ്മുടെ ട്രെയിൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. 1/2 മണിക്കൂർ മുമ്പ് എത്തണം. യുവർ നെയിം? സായിക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പൊ എനിക്ക് വന്നത് 1,62,000 രൂപയാണ്. അത് നമ്മുടെ നാട്ടിലെ ഒരു 649 രൂപയാണ്. വാമ്പിയ നിന്ന് ലോപ്രബാങ്കിലേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ നിസ്സാരമുള്ളൂ. അപ്പോൾ പിന്നെ ആപ്പ് വഴി എടുത്താലും നിസ്സാരമുള്ളൂ. ആപ്പ് വർക്ക് ചെയ്യാത്ത കാരണം അവിടെ കമ്മീഷൻ കൊടുക്കേണ്ടതൊന്നും. ഇവിടെ ഞാൻ കമ്മീഷൻ ഒന്നും കൊടുക്കാതെ നേരിട്ട് തന്നെ എടുത്തു. ഇവിടെ നിന്ന് എങ്ങനെ പോകണം എന്തൊക്കെയും ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ വണ്ടി ബുക്ക് ചെയ്യാൻ ലോക്കാന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഒരുമിച്ച് പോവാണ്. അവർ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നല്ല മഴയൊക്കെ പെയ്ത് സെറ്റായിട്ടാ. നല്ല ക്ലൈമറ്റ്. എന്ത് ഭംഗിയാ നോക്കി അവിടെ കാണാൻ. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. പക്ക ഒരു ഗ്രാമമാട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി, ഈ ഡ്രൈവർ സ്പോൺസർ ചെയ്ത ആളാണ്. ഇവരാണ് പൈസ കൊടുത്തത്. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങണം. ഓക്കെ ബ്രോ, കീപ് ഇൻ ടച്ച്. ഇതൊരു പക്ക ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. എൻ്റെ പൊന്നെ അടിപൊളി. നമ്മുടെ ഗോവ പോലത്തെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പക്ഷെ ഗോവ അല്ല കേട്ടോ. ഗോവ വേറെ വീട്, ഇത് വേറെ വീട്. നല്ല തണുപ്പ്. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വന്നപ്പോൾ എന്തൊരു ആശ്വാസം. എൻ്റെ ഹോസ്റ്റൽ ഇതാണ്. എൻ്റെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 450 രൂപ ഒക്കെ വരുന്നുള്ളൂ. ഇവിടെ കയറി ഒന്ന് ബുക്ക് ചെയ്യാം. ഹോസ്റ്റൽസ് ആണ്. ഹോസ്റ്റലിൽ പോയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ പരിചയപ്പെടാം. അതാണ് ഹോസ്റ്റലിലെ പ്രത്യേകത. അങ്ങനെ ഇവിടെ നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളും അല്ലാണ്ട് സബാഡി ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. കണ്ട ഈ ഏരിയയിൽ. ഇവിടെ അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല മഴയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കിട്ടിയില്ല ഹോസ്റ്റല്. ഈ ഹോസ്റ്റലിന് എത്ര രൂപ വരണമെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ 500 രൂപ വരുള്ളൂ.
അതും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മൾ ലാവോസിലെ വിയന്റൈൻ ക്യാപിറ്റലിൽ നിന്ന് വാങ്വിയാനിലേക്ക് എത്തി. അതെങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ആപ്പ് VPN ഒക്കെ കണക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ദുബായിലെ വല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബുക്ക് ചെയ്ത് തരാൻ പറയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് വാങ്വിയാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ലോപ്രവാങ്കിലേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്യുക. നിസ്സാര രൂപ വരുള്ളൂ. ഇവിടെ വളരെ ചീപ്പാണ്. അതുപോലെ തന്നെ സ്കാമേഴ്സ് ഉള്ള സ്ഥലമാണ് ഈ ലാവോസ്. കാരണം അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് നിസ്സാര രൂപ കൂലി കാര്യങ്ങളുള്ളൂ. ചൈന എന്ന് പറഞ്ഞ രാജ്യമുള്ള കാരണം കൊണ്ടാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടിക്കാരാവുക. ബൈ.